പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റെന്ന് പരാതി. പ്രഭാകരൻ സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്തിയതിലാണ് ആക്ഷേപം. BJP ആണ് പരാതി നൽകിയത്. ഇതോടെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ആലത്തൂർ മണ്ഡലത്തിലെ നിലവിലുള്ള MLA പ്രഭാകരന്റെ നാമനിർദ്ദേശ പത്രിക നിരസിക്കണമെന്നാവശ്യപ്പെട്ട് BJP ആണ് പരാതി നൽകിയിരുന്നത്. എന്തായാലും ഈ പരാതി പരിഗണിച്ച് ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. സ്വത്ത് വിവരങ്ങൾ ആണല്ലോ ഇപ്പോൾ ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, പാലക്കാട് മലമ്പുഴ നിലവിലെ MLA കൂടിയായിട്ടുള്ള LDF സ്ഥാനാർത്ഥി പ്രഭാകരന്റെ പത്രികയിലാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. BJP ആണ് ഇത് സംബന്ധിച്ച പത്രികയിൽ ആക്ഷേപം ഉന്നയിച്ചത്. ഈ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പരാതിയായിട്ട് ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് പത്രിക സ്വീകരിക്കാതെ അത് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും മലമ്പുഴ ഈ പ്രഭാകരന്റെ ചില ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾ, അതിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഏതായാലും നിലവിൽ സ്വത്ത് വിവരങ്ങൾ നാളെ രാവിലെ 10 മണിക്കുള്ളിൽ വ്യക്തത വരുത്താനാണ് പ്രഭാകരന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും അഫിഡവിറ്റിലെ തെറ്റിന് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഭാകരന്റെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെച്ചത്. BJP ആണ് ഇതിൽ പരാതി നൽകിയത്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് പരാതി. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.